കണ്ണൂർ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് രണ്ടാമത്തെ ജില്ല. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 5ാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ല. കണ്ണൂരിന് ആ പേര് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. തെയ്യത്തിന്റെയും കൈത്തറിയുടെയും നാടായും കേരളത്തിന്റെ സ്പന്ദനത്തിൽ കണ്ണൂർ തുടിക്കുന്നു. പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ. നിലവിൽ 11 മണ്ഡലത്തിലെ 7ലും CPIM-ന് വ്യക്തമായ ജനസ്വാധീനമുണ്ട്. അതുപോലെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ ഇപ്പോൾ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. പേരാവൂരും ഇരിക്കൂറും കോൺഗ്രസും അഴീക്കോട് മുസ്ലിം ലീഗുമാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തെ ആദ്യം നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായ AV കുഞ്ഞമ്പുവാണ്. 1967 തുടങ്ങുന്ന പയ്യന്നൂരിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് കോട്ട പൊളിക്കാൻ ഒരു പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല. 2016 വരെയും CPIM ആണ് പയ്യന്നൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 49 വർഷം. 1996 തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കേരള മുഖ്യൻ പിണറായിയും പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിലെത്തിയിരുന്നു. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പയ്യന്നൂരിൽ മുന്നണികൾക്ക് ലഭിച്ച ആകെ വോട്ട് നോക്കാം. LDF 93,445 വോട്ട്, UDF 51,135 വോട്ട്, NDA 9,041 വോട്ട് മാത്രം. മറ്റ് സംശയങ്ങൾക്കൊന്നും ഇടം നൽകുന്നില്ല പയ്യന്നൂർ മണ്ഡലത്തിന്റെ ചരിത്രവും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും. അതായത് ചുവപ്പാണ് പയ്യന്നൂരിന്റെ നിറം എന്ന്. കല്യാശ്ശേരി 2008 നിയമസഭാ പുനർനിർണയത്തോടെ നിലവിൽ വരുന്നു. ചെറുകുന്ന്, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, കല്യാശ്ശേരി, കണ്ണപുരം, കുഞ്ഞിമംഗലം, മാടായി, മാട്ടൂൽ, പട്ടുവം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. 2011 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ CPIM-ന്റെ TV രാജേഷ് നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ആകെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 81,551, UDF 48,722, NDA 7,731 വോട്ട് മാത്രം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കല്യാശ്ശേരിയിൽ അത്ഭുതങ്ങളില്ല, മറിച്ച് ഇടതു സ്വഭാവം തന്നെയെന്ന് ജനഹിതം കണക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. തളിപ്പറമ്പ് 1967 മുതൽ 70 വരെ CPIM മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1970 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. എന്നാൽ 1977 മുതൽ 2016 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തളിപ്പറമ്പിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് CPIM ആണ്. തൊട്ടു മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആകെ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 83,709 വോട്ട്, UDF 66,974 വോട്ട്, NDA 11,944 വോട്ട്. ഈ കണക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജനഹിതമനുസരിച്ചാണെങ്കിൽ തളിപ്പറമ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിൽക്കും എന്നാണ്. ഇരിക്കൂർ 1957 TC നാരായണൻ നമ്പ്യാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. CPIയുടെ ഭാഗമായി 60 വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1967 മുതൽ 70 വരെ CPIM മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1977 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ CP ഗോവിന്ദൻ നമ്പ്യാർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 INCUവിനെ പ്രതിനിധീകരിച്ച് രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് 1982 മുതൽ 2016 വരെയും 34 വർഷം KC ജോസഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് നേതാവായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്കാകെ ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 64,598, UDF 73,206, NDA 7,206 വോട്ട് മാത്രം. 10,000 അടുപ്പിച്ച് ഇരിക്കൂറിൽ UDF-ന് മുൻതൂക്കം കാണാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം UDF-നൊപ്പമാകാമെന്ന സൂചന നൽകുന്ന കണക്കാണ് ഇത്. അഴീക്കോട് 1977 CPIM-ന്റെ പ്രമുഖ നേതാവ് ചടയൻ ഗോവിന്ദൻ അഴീക്കോട് നിന്ന് നിയമസഭയിലെത്തി. പിന്നീട് 1980 CPIM-ന്റെ തന്നെ P ദേവൂട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1987 മുതൽ 91 വരെ CMPയെ പ്രതിനിധീകരിച്ച് MV രാഘവൻ അഴീക്കോട് നിന്ന് നിയമസഭയിലെത്തി. 1991 CPIM-ന്റെ EP ജയരാജൻ അഴീക്കോട് നിന്ന് നിയമസഭയിലെത്തി. പിന്നീട് 1996 മുതൽ 2006 വരെ M പ്രകാശനും TK ബാലനും CPIM പ്രതിനിധികളായി നിയമസഭയിലെത്തി. 2011
അഴീക്കോട് മണ്ഡലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി KM ഷാജി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 അദ്ദേഹം തന്നെ അഴീക്കോട് നിന്ന് നിയമസഭയിലെത്തി. ഷാജിയുടെ വിജയവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ആകെ ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 45,412 വോട്ട്, UDF 36,956 വോട്ട്, NDA 10,065 വോട്ട്. 9,000-ഓളം വോട്ടിന്റെ മുൻതൂക്കം LDFന് ഈ കണക്ക് നൽകുന്നുണ്ട്. നിലവിൽ ലീഗിന്റെ മണ്ഡലവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് അഴീക്കോട് സാക്ഷ്യം വഹിക്കും എന്നുറപ്പ്. ഫലം പ്രവചനാതീതം തന്നെ. കണ്ണൂർ 1967 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഹമ്മദാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. പിന്നീട് 1970 മുതൽ 77 വരെ NK കുമാരൻ കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1977 മുതൽ 91 വരെ P ഭാസ്കരൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ജനതാ പാർട്ടിയിലൂടെ എത്തിയ അദ്ദേഹം പിന്നെ വിവിധ പാർട്ടികളിലും പ്രവർത്തിച്ചു. മരിക്കുന്ന സമയം കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് 1991 മുതൽ 2011 വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. 20 വർഷം. N രാമകൃഷ്ണനും K സുധാകരനും അബ്ദുള്ള കുട്ടിയുമൊക്കെയാണ് ഈ കാലയളവിൽ കോൺഗ്രസ് പ്രതിനിധികളായി നിയമസഭയിലെത്തിയത്. 2016 കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ നിന്ന് നിയമസഭയിലെത്തി. അദ്ദേഹം നിലവിൽ തുറമുഖം, പുരാവസ്തു വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്ക് ആകെ ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 66,987 വോട്ട്, UDF 67,286 വോട്ട്, NDA 17,264 വോട്ട്. 300 വോട്ടിന്റെ വളരെ ചെറിയ മേൽക്കൈയാണ് UDFന് ഇവിടെ കാണുന്നത്. ഈ കണക്ക് കണ്ണൂർ നിയോജക മണ്ഡലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം എന്ന് പ്രവചിക്കാൻ പര്യാപ്തമല്ല. ജനവിധി കണ്ടുതന്നെ അറിയണം. നല്ല രാഷ്ട്രീയ പോരാട്ടം കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുറപ്പ്. ധർമ്മടം 2008 നിയമസഭാ പുനർനിർണയത്തോടെ നിലവിൽ വന്ന മണ്ഡലം. ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി, തലശ്ശേരി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ധർമ്മടം, പിണറായി, മുഴുപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിൽ. 2011 CPIMന്റെ KK നാരായണനാണ് നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016 ധർമ്മടത്തു നിന്നാണ് കേരളത്തിന്റെ മുഖ്യനാകാനുള്ള നിയോഗവുമായി പിണറായി വിജയൻ നിയമസഭയിലെത്തുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മുന്നണികൾക്ക് ആകെ ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 1,01,971 വോട്ട്, UDF 52,791 വോട്ട്, NDA 12,986 വോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുകോട്ടയുടെ പ്രതിധ്വനിയായി കേൾക്കും എന്ന് സംശയങ്ങൾക്കിടയില്ലാതെ പറയാം. തലശ്ശേരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തിളക്കമുള്ള ശില പോലെ അടയാളപ്പെടുത്തുന്ന നിയോജക മണ്ഡലം. 1957 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. അദ്ദേഹം ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ നിയമമന്ത്രിയുമായി. 1960 മുതൽ 65 വരെയും കൃഷ്ണയ്യർ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തി. 67 മുതൽ 70 വരെ CPIMന്റെ KPR ഗോപാലൻ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തി. 70 മുതൽ 77 വരെയും CPIയുടെ NE ബാലനും തെരഞ്ഞെടുക്കപ്പെട്ടു. 1977 മുതൽ ഇങ്ങോട്ട് പാട്യം ഗോപാലൻ, MV രാജഗോപാലൻ, കോടിയേരി ബാലകൃഷ്ണൻ, KP മമ്മു മാസ്റ്റർ, EK നയനാർ, കോടിയേരി ഇങ്ങനെ യഥാക്രമം തലശ്ശേരിയിൽ നിന്ന് CPIMകാരായി നിയമസഭയിലെത്തി. 2016 CPIM പ്രതിനിധിയായി തന്നെ AN ഷംസീറും നിയമസഭയിലെത്തി. തലശ്ശേരി മണ്ഡലത്തിലും ഇന്നേ വരെ ഇടതല്ലാത്ത മറ്റൊരു ജനഹിതം ഇല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മണ്ഡലത്തിൽ ആകെ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 77,651 വോട്ട്, UDF 31,229 വോട്ട്, NDA 20,249 വോട്ട്. വ്യക്തമായ മേൽക്കൈ ഇടതുപക്ഷത്തിന് എന്ന് അടയാളപ്പെടുത്തുന്ന കണക്ക്. ചരിത്രവും ഏറ്റവും ഒടുവിലത്തെ കണക്കുകളും വീണ്ടും ജനഹിതം ഇടതിനൊപ്പമെന്ന് സൂചനകളെ നമുക്ക് നൽകുന്നുള്ളൂ. കൂത്തുപറമ്പ് 1957 തുടങ്ങി 65 വരെയുള്ള കാലയളവിൽ PSPയുടെ രാമുണ്ണിക്കുറുപ്പ് കൂത്തുപറമ്പിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. 1967 മുതൽ 70 വരെ SSPയുടെ പ്രതിനിധിയായി KK അബു കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലെത്തി. 1970 പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലെത്തി. അടിയന്തരാവസ്ഥ കാലത്ത് നിയമസഭാംഗമായിട്ടും പിണറായി വിജയന് പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനം നിയമസഭയുടെ ചരിത്ര പുസ്തകത്തിലും അടയാളപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് 2011 വരെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ് കൂത്തുപറമ്പിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2011 മുതൽ 16 വരെ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ KP മോഹനൻ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലെത്തി. 2016 വീണ്ടും CPIM പ്രതിനിധി കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലെത്തി KK ശൈലജ.
കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ചിട്ടയായ നേതൃത്വം നൽകാൻ ശൈലജയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂത്തുപറമ്പിൽ മുന്നണികൾക്കാകെ എത്ര വോട്ട് നൽകി എന്ന് നോക്കാം. LDF 73,905 വോട്ട്, UDF 50,074 വോട്ട്, NDA 27,120 വോട്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് പ്രതീക്ഷ നൽകുന്ന കണക്കാണ് കൂത്തുപറമ്പിലും. മട്ടന്നൂർ, ചിറ്റാരിപ്പറമ്പ്, കീഴല്ലൂർ, കൂടാളി, മാലൂർ, മാങ്ങാട്ടിടം, കോളയാട്, തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തുകളും തളിപ്പറമ്പ് താലൂക്കിലെ പടിയൂർ, കല്യാട് ഗ്രാമപഞ്ചായത്തും മട്ടന്നൂർ നഗരസഭയും ഉൾപ്പെടുന്ന നിയോജകമണ്ഡലം. 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് മട്ടന്നൂരിന് ഈ ഘടന ലഭിക്കുന്നത്. 2011 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെയും CPIM-ന്റെ EP ജയരാജനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുമാണ് അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ ആകെ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് നോക്കാം. LDF 76,061 വോട്ട്, UDF 42,789 വോട്ട്, NDA 12,607 വോട്ട്. മട്ടന്നൂരിലെയും ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നൽകുന്ന സൂചന വിശ്വസിക്കാമെങ്കിൽ LDF തന്നെ നിയമസഭയിൽ എത്തുമെന്ന് കരുതുക. പേരാവൂർ, 1977 മുതൽ 96 വരെ KP നൂറുദ്ദീൻ കോൺഗ്രസിന്റെയും IND-യുടെയും ഭാഗമായി പേരാവൂരിനെ പ്രതിനിധീകരിച്ചു. പിന്നീട് ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ KT കുഞ്ഞഹമ്മദ് 1996 മുതൽ 2001 വരെ പേരാവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. 2001 വീണ്ടും കോൺഗ്രസിന്റെ AD മുസ്തഫ, 2006 KK ശൈലജ പേരാവൂരിൽ നിന്ന് CPIM പ്രതിനിധിയായി നിയമസഭയിലെത്തി. 2016 കോൺഗ്രസിന്റെ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിലാകെ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് കൂടി നോക്കാം. LDF 62,657 വോട്ട്, UDF 55,257 വോട്ട്, NDA 16,098 വോട്ട്. കോൺഗ്രസ് പലപ്പോഴും കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ. എന്നാൽ വലിയ രാഷ്ട്രീയ വ്യതിചലനം പേരാവൂരിൽ വന്നതായി മേൽപ്പറഞ്ഞ കണക്കുകളും മറ്റ് സമീപകാല കണക്കുകളും സൂചിപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലത്തിൽ 8 എണ്ണത്തിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ആത്മവിശ്വാസത്തോടെ നടന്നുകയറാൻ പ്രചോദനം നൽകുന്ന കണക്കുകളാണ് ഇത്. പേരാവൂർ, കണ്ണൂർ, ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളിലെ ജനവിധിക്കായി നടക്കാൻ പോകുന്നത് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടവും ആയിരിക്കും. വയനാടിന്റെ ചരിത്രവും വോട്ട് കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി നൽകുന്ന സൂചനയുമായി അടുത്ത എപ്പിസോഡ്.